ഹലോ ഗായ്സ്, ജംഷി സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് WPL-ൻ്റെ റിട്ടൻഷനും ഒക്കെ ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുംബൈയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്ത ടീമായ ഡൽഹിയെക്കുറിച്ചാണ്. ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ പോലെ തന്നെ 5 താരങ്ങളെ നിലനിർത്തിയിട്ടുണ്ട്. ഡൽഹി നിലനിർത്തിയിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരുടെ ക്യാപ്റ്റനായ ജെമി റോഡ്രിഗസിനെയാണ്. 2.2 കോടി കൊടുത്താണ് ജെമ്മി അവരെ നിലനിർത്തിയിരിക്കുന്നത്. പെൻജിസലയുടെ കീ പ്ലെയർ ആയിരുന്നു. അതുപോലെ മറ്റൊരു താരം ഷെഫാലി വർമ്മയാണ്. ഷെഫാലി വർമ്മയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2.2 കോടിക്ക് തന്നെയാണ്. അവരുടെ ഒരു എക്സ്പ്ലോസീവ് ബാറ്ററാണ് ഷെഫാലി കഴിഞ്ഞ വുമൻസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നമ്മൾ ജയിപ്പിച്ചതും അങ്ങനത്തെ ഒരുപാട് ഇന്നിങ്സുകൾ നമ്മൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഷെഫാലി വിട്ടെടുക്കാൻ അവരേതായാലും തയ്യാറായിട്ടില്ല. 2.2 കോടി തന്നെ കൊടുത്ത് ഷെഫാലിയെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഈ 2 താരങ്ങളിലാണ് അവരുടെ ഇന്ത്യൻ ക്യാപിറ്റൽ പ്ലെയേഴ്സായിട്ട് നിലനിർത്തിയിരിക്കുന്നത്: ജെമി റോഡ്രിഗസ്, ഷെഫാലി വർമ്മ. വിദേശ താരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അനബെല്ല സ്വിറ്റ്സർലാൻഡിലാണ് നിലനിർത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ. 2.2 കോടിയാണ് തന്നെയാണ് അനബെല്ലയ്ക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ അടുത്ത താരം മരിയാന കപ്പ്, സൗത്ത് ആഫ്രിക്കൻ താരമായ മരിയാന കപ്പ്. സ്വാഭാവികമായിട്ടും ഓൾറൗണ്ടർ തന്നെയാണ്. 2.2 കോടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഇന്ത്യൻ അൺക്യാപ്ഡ് പ്ലെയറായിട്ട് നിക്കി പ്രസാദിനെയാണ്, ബാറ്ററായ നിക്കി പ്രസാദിനെയാണ്, 20 ഇയർ ഓൾഡ് ആയിട്ടുള്ള നിക്കി പ്രസാദിനെയാണ് അവർ അടുത്തതായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി 5.7 കോടിയായിട്ടാണ് മുംബൈയെ പോലെ തന്നെയാണ് ഓപ്ഷനിൽ അവർ എത്തിയിരിക്കുന്നത്. 9.3 കോടി അവർ റിട്ടൻഷനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനിയുള്ളത് 5.7 കോടിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെമ്മി അവരുടെ മെയിൻ ബാറ്റർ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ 9 മാച്ചുകളിൽ 146 റണ്ണും 56 ആണ് ഹൈ സ്കോർ ആയിട്ട് എടുത്തത്. 146 റണ്ണ് ജെമ്മി എടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 സീസണായിട്ടും ജെമ്മി അവരുടെ താരം തന്നെയാണ്. 27 മാച്ചുകളിലായിട്ട് 507 റണ്ണും 69 റണ്ണാണ് ഹൈ സ്കോർ ആയിട്ടും കളിക്കുന്നത്. അവിടെ കീ പ്ലെയർ തന്നെയാണ് ജെമി റോഡ്രിഗസ്. ഇപ്പോൾ ഷെഫാലിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 27 മാച്ചുകളിലായിട്ട് 864 റണ്ണും 84 ഹൈ സ്കോറുള്ള താരമാണ് ഷെഫാലി. കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ 9 മാച്ചുകളിൽ നിന്ന് 304 റണ്ണ് 152 സ്ട്രൈക്ക് റേറ്റ്, അഥവാ ഹൈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള താരമാണ് ഷെഫാലി. കഴിഞ്ഞ സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് 80 റണ്ണാണ്. ഈ 2 താരങ്ങളാണ് ഇന്ത്യൻ താരങ്ങളായിട്ട് അവർ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അനബെല്ലയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാർ ബോളറാണ്. ഓൾറൗണ്ടർ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോളിങ്ങിനാണ്. 17 മാച്ചുകളിൽ നിന്നായിട്ട് 13 വിക്കറ്റും അതുപോലെ 180 റണ്ണും നേടിയിട്ടുള്ള താരമാണ് അനബെല്ല സ്വിറ്റ്സർലാൻഡ്. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ 9 മാച്ചുകളിൽ നിന്ന് 9 വിക്കറ്റും 91 റണ്ണാണ് അനബെല്ല നേടിയിട്ടുള്ളത്. ഇപ്പോൾ മരിയാന കപ്പിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് 24 മാച്ചുകളിൽ കളിച്ച് 362 റണ്ണും 40 റണ്ണ് ഹൈ സ്കോറും, അതുപോലെ 24 മാച്ചുകളിൽ 28 വിക്കറ്റും ഒരു 5 വിക്കറ്റ് നേട്ടവും നേടിയ താരമാണ് മരിയാന കപ്പ്. കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിൽ 8 മാച്ചുകളിൽ നിന്ന് 8 വിക്കറ്റും 106 റണ്ണുമാണ് മരിയാന കപ്പ് നേടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത താരമായിട്ടുള്ള അൺക്യാപ്ഡ് പ്ലെയേഴ്സായിട്ട് നിലനിർത്തിയ നിക്കി പ്രസാദിനെയാണ്. കഴിഞ്ഞ സീസണിലാണ് നിക്കി പ്രസാദ് ഡൽഹിയിലെത്തുന്നത്. കഴിഞ്ഞ സീസണിൽ 8 മാച്ചുകൾ കളിച്ചു എന്നുണ്ടെങ്കിലും 3 ഇന്നിങ്സേ കളിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അഥവാ ഒരു ഫിനിഷർ റോളിലാണ് നിക്കി എപ്പോഴും ഇറങ്ങാറുള്ളത്. അഥവാ 3 മാച്ചുകളിൽ നിന്നായിട്ട് 78 റണ്ണും 35 റണ്ണ് ഹൈ സ്കോറും 118 സ്ട്രൈക്ക് റേറ്റും കീപ്പ് ചെയ്യാൻ നിക്കി പ്രസാദിനായിട്ടുണ്ട്. അങ്ങനെ ഈ 5 താരങ്ങളെയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ഓപ്ഷനിൽ ടോട്ടൽ 20 താരങ്ങളെ വരെ പർച്ചേസ് ചെയ്യാം. അതിൽ 6 വിദേശ താരങ്ങളും ബാക്കി 14 ഇന്ത്യൻ താരങ്ങളുമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ 5.7 കോടിയിൽ ഈ 20 താരങ്ങളെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെയാണ് അവർ, ആർക്കൊക്കെ എത്രയാണ് സ്പെൻഡ് ചെയ്യുക ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്രാവശ്യം അവർ വിട്ടുകളഞ്ഞ മെയിൻ താരങ്ങളാണ് മെഗ്ലേനിങ്, ഓസ്ട്രേലിയൻ താരമായ മെഗ്ലേനിങ്ങിന് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ജസ് ജോണസിന്, ഓസ്ട്രേലിയയിൽ തന്നെ മറ്റൊരു സ്റ്റാർ ഓൾറൗണ്ടറായ ജസ് ജോണസ്. കഴിഞ്ഞ സീസണിലൊക്കെ ഡൽഹിക്കും വേണ്ടി ഡൽഹി 1ാം സ്ഥാനത്ത് എത്തിക്കാൻ അത്രയും പെർഫോം ചെയ്ത താരമാണ് ജസ് ജോൺസൺ. അതുപോലെ ഇന്ത്യൻ സ്പിന്നറായ ശ്രീ ചരണ്, അതേപോലെ ഓസ്ട്രേലിയയിൽ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സാറ ബ്രൈസ്, അതേപോലെ ഇന്ത്യൻ ഓൾറൗണ്ടറായ
രാധാ യാദവ്, ഓൾറൗണ്ടർ എന്ന് പറയുന്നത് ബോളിംഗ് ഓൾറൗണ്ടറായ രാധാ യാദവ്, അതുപോലെ നമ്മുടെ മലയാളി താരം മിന്നു മണി, ഇവരെയൊക്കെ അവർ റിലീസ് ചെയ്ത പ്ലേയേഴ്സിൽ വരുന്ന പ്രമുഖരാണ്. ഏതായാലും ഓപ്ഷനിൽ അവരെങ്ങനെ നേരിടും, ആരൊക്കെ പർച്ചേസ് ചെയ്യും, ഏതൊക്കെ പ്ലേയേഴ്സ്